ഹലോ ഗൈസ്, NP ഹിയർ. അപ്പം ഇന്ന് സൺഡേ ഞാനൊരു ട്രേഡ് എടുത്തു. അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറയാറുണ്ട് ബിഗിനേഴ്സ് സാറ്റർഡേ സൺഡേ ട്രേഡ് എടുക്കരുത്. ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ടൈം കിട്ടാറില്ല വേറെ ദിവസങ്ങളിൽ. അപ്പം ഐഡിയാസ് വർക്കാവും, പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് ഭയങ്കരമായി ക്ലിക്ക് ആവുന്നതുകൊണ്ട് സാറ്റർഡേ സൺഡേസ് മാർക്കറ്റ് മൂവ് ചെയ്യില്ല. കണ്ടോ, മാർക്കറ്റ് മൂവ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇമോഷൻസ് കയറി വരുമ്പോൾ ട്രേഡ് ലോസ് ആവാൻ സാധ്യതയുണ്ട്. ഈവൻ എനിക്ക് വരെ ഇമോഷൻസ് വരുന്നുണ്ട് സാറ്റർഡേ സൺഡേസ് ചെയ്യുമ്പോൾ. ഒന്നാമത് മാർക്കറ്റ് ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സാറ്റർഡേ സൺഡേസ് അധികം ചെയ്യാറില്ല, റെയറായിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ വീക്കിലി ഞാൻ ട്രേഡൊന്നും ലാസ്റ്റ് 3 days ഒന്നും ട്രേഡൊന്നും പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ വർക്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലൈവിൻ്റെ ഇടയിൽ എനിക്ക് കുറേ കോൾസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ലൈവ് ക്ലോസ് ചെയ്തു. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. വേറെ ഒന്നല്ല, വർക്കിലെ കുറച്ച് ഇഷ്യൂസാണ്. പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ഇപ്പോൾ സോർട്ടായിട്ടുണ്ട്. കുറച്ച് ദിവസം എന്തായാലും വർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് ട്രേഡിങ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഒന്നും എനിക്ക് പ്രോപ്പറായിട്ടൊരു ട്രേഡിങ് ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ പ്രോഫിറ്റ്സ് അല്ലാണ്ട് ഹോൾഡിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നിപ്പം മോർണിംഗ് തൊട്ട് ഫുള്ള് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോലെ കല്യാണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈവനിങ് ഞാൻ തിരിച്ച് ബസ്സിൽ വരുമ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മൊബൈലിൽ അനലൈസ് ചെയ്തെടുത്ത ട്രേഡാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ഡെയിലി കണ്ടു കഴിഞ്ഞാൽ ഡെയിലി സാറ്റർഡേ സൺഡേ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ബയാസ് ഇല്ല, ന്യൂട്രൽ ബയാസാണ്. അങ്ങനെ ഞാൻ 15 മിനിറ്റിലോട്ട് വന്നു. 15 മിനിറ്റിലോട്ട് വരുമ്പോൾ എനിക്കിവിടെ ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്നാണ് കാണുന്നത്. ഏകദേശം 8:45 AM ക്യാൻഡിൽ. ഞാൻ ജസ്റ്റ് 9 AM എന്നുള്ള രീതിക്കാണ് നോക്കിയത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പം ഞാൻ എന്താ കണ്ടത് വെച്ചാൽ ഈ ഒരു 15 മിനിറ്റ് ഹൈ ടേക്ക് ഔട്ട് ചെയ്തു. ഈ ഹൈക്ക് വേറൊരു പ്രത്യേകതയും കൊണ്ടുണ്ട്. ഇത് 4 PM ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതൊരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. ഈ ഏഷ്യ ഹൈ സ്വീപ്പ് ചെയ്തു. ഏഷ്യ ഹൈ സ്വീപ്പ് ചെയ്തു, ഈ 15 മിനിറ്റ് സ്വീപ്പ് ചെയ്തു. അപ്പോൾ ഒരു മേജർ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ റിവേഴ്സലിന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇതിപ്പം ടൈം ആണെങ്കിൽ 9 AM ശേഷമാണ്. അപ്പോൾ എല്ലാം ഫേവർ ചെയ്യുന്നുണ്ട്. അതായത് മേജർ 2 ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്തു. ഏഷ്യ ഹൈ സ്വീപ്പ് ചെയ്തു, ഒരു മേജർ ലിക്വിഡിറ്റിയാണ്. എന്നിട്ട് ഒരു റിവേഴ്സലിന് നോക്കുന്നു. ടൈം ആണെങ്കിൽ 9 AM, അതായത് ലണ്ടൻ സെഷൻ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ 5 മിനിറ്റിലോട്ട് വന്നപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല, ഇത് സ്വൈപ്പ് ചെയ്ത് കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ 1 മിനിറ്റിലോട്ട് പോയി. 1 മിനിറ്റിലോട്ട് പോയപ്പോൾ ഞാൻ കണ്ടത് ഇതുണ്ടോ, ഇതാണ് ആ പോയിന്റ്. ഇത് ഞാൻ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഈ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് അല്ലാണ്ട് കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാനെന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്തെങ്കിലും ഇതും ആണ് മേജർ ലിക്വിഡിറ്റീസ്. അപ്പോൾ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യും. അപ്പം മാർക്ക് ചെയ്തു. ഇവിടെ വന്ന് അതായത് ഒരു സ്വിങ് ഹൈ വന്നു, ഇങ്ങനെ താഴോട്ട് വന്നു. ഇവിടെ ഒരു സ്വിങ് ലോ ടേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്ത് താഴോട്ട് വന്നു. രണ്ടാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ അതിൽ എൻ്റർ ചെയ്തു. ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നതും അതിൽ ഞാൻ എൻ്റർ ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ എങ്ങാണ്ട് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൺഫേം ആയപ്പോഴാണ് എൻ്റർ ചെയ്തത്. അപ്പോൾ അത് തിരിച്ച് റിട്ടേൺ വന്നപ്പോൾ ഞാൻ രണ്ടാമത്തെ എൻട്രി ഇവിടുന്ന് എങ്ങാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് 2 ട്രേഡ് ഞാൻ എടുത്തത്. അതിൽ ഞാൻ ഇവിടെ തന്നെ ക്ലോസ് ചെയ്തു. അത് സൺഡേ ആയതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ ബസ്സിലാണ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇവിടെ എത്തിയപ്പോഴെങ്ങാണ്ട് ഞാനൊരു പാർഷ്യൽ എടുത്തു. അതെനിക്കൊന്നും കിട്ടിയിട്ടില്ല, കാരണം ഇവിടുന്ന് ആകെ $0.6 അങ്ങനെ എന്തോ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ട്രൂ ഡേ ഓപ്പൺ വരെ ഹോൾഡ് ചെയ്തു. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് റിവേഴ്സൽ വന്നു. അപ്പോൾ ഞാൻ മിനിമം ഇതുവരെ പോയി 12 AM അവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് വേറെ ട്രേഡായിരുന്നു. ഇത് ഞാൻ എടുത്തിട്ടില്ല, റിയൽ അക്കൗണ്ടിൽ എടുത്തിട്ടില്ല. ഇവിടെ എവിടെയോ 12 AM ഉണ്ട് ഗൈസ്. 12 AM എവിടെ? ഇവിടെ 12 AM ഓപ്പൺ കണ്ടോ, അതായത് ഈ ഒരു ക്യാൻഡിൽ. അവിടെയാണ് ഞാൻ കണ്ടോ, നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, അവിടെയാണ് ഞാൻ എൻ്റെ TP വെച്ചത്. അപ്പോൾ ഇപ്പോൾ അത് വേറെ ഏതെങ്കിലും മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ച് പാർഷ്യൽസ് ഹോൾഡ് ചെയ്യുമായിരുന്നു. ഇത് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താൽ മതി. ഇൻഡിക്കേറ്ററിൽ നിങ്ങൾക്ക് ട്രൂ ഡേ ഓപ്പൺ കാണാൻ പറ്റും. കണ്ടോ, ട്രൂ ഡേ ഓപ്പൺ വരെയാണ് ഞാൻ വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ അതർ ഡേയ്സ് ആണെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജും ഇല്ലായിരുന്നു തിരിച്ചു വരുമ്പം. അപ്പോൾ ഞാനിവിടെ എത്തിയത് $4.1 സംതിങ് പ്രോഫിറ്റ് എത്തി. ക്ലോസ് ചെയ്തു. ഞാൻ പിന്നെ ഇരുന്ന് പാട്ട് കേൾക്കായിരുന്നു. അപ്പം മാർക്കറ്റ് ഇത് കണ്ടോ, ഇതാണ് എടുത്തത്. ഇവിടുന്ന് സെല്ലെടുത്ത് ഇവിടുന്ന് വിറ്റുക. നിങ്ങൾക്ക് ഇവിടെ കാണാം
41098, അതായത് $4.1. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടോ $0.7 ഞാൻ ക്ലോസ് ചെയ്തു. ഇതാണ് $4.1 എടുത്തത് ആ ട്രേഡ്. വീണ്ടും താഴോട്ട് വരുമായിരുന്നു. ഓക്കെ, അതൊന്നും എനിക്ക് മാറ്ററല്ല, ഞാനിപ്പം അതിൽ ട്രേഡ് എടുത്തു. അപ്പോൾ ഇതാണ് ആ ട്രേഡ്. അപ്പം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ന്യൂട്രൽ ബയാസാണ്, അതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിൽ പോകാം. 15 മിനിറ്റിൽ 2 മേജർ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. റിവേഴ്സലിൽ നോക്കി. റിവേഴ്സൽ ആക്ച്വലി 1 മിനിറ്റിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ 1 മിനിറ്റിൽ എടുത്തു, ബിക്കോസ് സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ 3 മിനിറ്റിലുണ്ടായിരുന്നു. 3 മിനിറ്റിലുണ്ടാവും. ഇവിടെ ഈ മേജർ സ്വിംഗ് ഹൈ ടേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ ഈ സ്വിംഗ് ലോ ടേക്ക് ഔട്ട് ചെയ്തു. ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റിജക്ഷൻ വന്നു. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റിജക്ഷൻ വന്നതോടെ നമുക്ക് വേണമെങ്കിൽ ബൈ എടുക്കാം, സെല്ലെടുക്കാം. അപ്പം അങ്ങനെ എടുക്കേണ്ടവർക്ക് എടുക്കാം, സെല്ലെടുക്കാം. അപ്പം പക്ഷേ 3 മിനിറ്റിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അറ്റ്ലീസ്റ്റ് ഇവിടെ വരണം. ഓക്കെ, ഇത്രയും വരണം. അപ്പോൾ അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് ഞാൻ അതുകൊണ്ടാണ് 3 മിനിറ്റ്സിൽ താല്പര്യമില്ലാത്തത്. 1 മിനിറ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാൻ 1 മിനിറ്റിൽ എടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 3 മിനിറ്റിലോട്ട് പോകും. 1 മിനിറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി, 1 മിനിറ്റിൽ എല്ലായ്പ്പോഴും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ 3 മിനിറ്റിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും അതായിരുന്നു ട്രേഡ്. എല്ലാവർക്കും ട്രേഡ് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമുക്ക് പൈസ ഉണ്ടാക്കണ്ടേ? കമാൺ. ഓക്കെ, സ്റ്റേ സേഫ്. ബൈ NP.